പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനിവാര്യമാണ്. പ്രശ്നങ്ങൾ തീർന്നിട്ട് പ്രയത്നിക്കാനിരിക്കുന്നത് അറബിക്കടലിലെ തിര അടങ്ങിയിട്ട് കുളിക്കാൻ കാത്തിരിക്കുന്ന പോലെ ഇരിക്കും. രോഗസുഖമായ ഡോക്ടറെ കാണാനിരിക്കുന്ന പോലെയാണ്. ഡോക്ടറെ കൂടെ രോഗസുഖമാവുള്ളൂ. നമ്മെ തന്നെ സ്നേഹിക്കാനും വരുന്നതിനെ സ്വീകരിക്കാനും സഹായിക്കുന്ന വിദ്യയാണ് ആധ്യാത്മം എന്ന് പറയുന്നത്. ആ മനഃശക്തി നമുക്ക് കിട്ടും. ഇത് പറയുമ്പോൾ അമ്മ നമ്മുടെ ചെറുപ്പത്തിലൊരു സംഭവം ഓർക്കാണ്. അന്ന് എനിക്ക് 9 വയസ്സേ ഉള്ളു. അക്കരെ പോയി അമ്മ സാധനം മേടിച്ചുകൊണ്ട് വരികയാണ്. സാധനം മേടിച്ചുകൊണ്ട് വന്ന് അക്കരെ ഇരിക്കുകയാണ്. അപ്പോൾ വന്ന സമയത്ത് 1 മണിയായി. ഗവൺമെൻറ് വെള്ളം തൊഴിയുന്ന ആൾ കെട്ടിയിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. കൂലിവെള്ളം 1-2 വെള്ളമുള്ള അവരും ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പം ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, പ്രായമുള്ള ഒരു 82 വയസ്സെങ്കിലും കാണും. ഇരുന്നുകൊണ്ട് കരയുകയാണ്. അപ്പോൾ കരയുന്ന കണ്ടപ്പോൾ ഇപ്പം എന്താ മുത്തശ്ശി കരയുന്നത് പറഞ്ഞു. അത് കുഞ്ഞ് ഇന്നലെ വീട്ടിൽ ഭക്ഷണമൊന്നും വെച്ചില്ല, കൊച്ചു കുഞ്ഞുങ്ങൾ വിശന്ന് കിടക്കുകയാണ്. ഇത് കണ്ട് ഞാൻ കടം മേടിച്ച് സാധനം മേടിച്ചുകൊണ്ട് വന്നതാണ്. വള്ളക്കാരൻ കൂട്ടിയിട്ട് പോയി. അയാൾ ഭക്ഷണം കഴിക്കാൻ പോയി. അയാൾ ഭക്ഷണം കഴിച്ച് വിശ്രമം കഴിഞ്ഞ് എപ്പോൾ വരും? അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ തളർന്ന് കിടക്കുന്ന എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. കുട്ടികളെ ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാ പറഞ്ഞു. ഗവൺമെൻറ് വെള്ളം വലിയ വെള്ളമാണ്. 16 പേരെ അതിനകത്ത് കയറ്റാം മിനിമം. പക്ഷേ അതിനകത്ത് 30 പേര് വരെ കയറാറുണ്ട്. റോപ്പിട്ട് കെട്ടിയിട്ടാണ് പോയത്. അങ്ങനെയൊന്നും കെട്ടിരിക്കാൻ നമുക്കൊന്നും നിയമമില്ല. ഞാൻ ഒന്നും ഓർത്തില്ല ആ സമയം. മുത്തശ്ശിയുടെ കരച്ച് കണ്ടപ്പോൾ ഒന്നും ഓർത്തില്ല. കയറഴിച്ചിട്ട് കഴുക്കോല് പൊക്കി. ഈ കഴുക്കോലൊരു പ്രശ്നമുള്ളത്, ഈ വെള്ളത്തിൽ മുങ്ങി നല്ല ഭാരമായി. സാധാരണ ഭാരത്തിൻ്റെ 3 ഇരട്ടി തോന്നും. പിന്നേക്കാളും ഭാരമുള്ള കഴുക്കോലാണത്. അപ്പം ഞാൻ പൊക്കിയിട്ട് പൊങ്ങുന്നില്ല, ശ്വാസം പിടിച്ച് പൊങ്ങി. എന്നിട്ട് മുത്തശ്ശി കയറി. അപ്പം മുത്തശ്ശി പറഞ്ഞ ആളില്ല, കുഞ്ഞിക്ക് തെള്ളാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. മുത്തശ്ശി വളരെ വിളച്ച് വരച്ചിരിക്കുന്ന മുത്തശ്ശിയാണ്. കുഞ്ഞ് എന്താ ചെയ്യുന്നത് കയറും. മുത്തശ്ശി പറഞ്ഞത് സാധനവും പാത്രം മേടിച്ച് വെച്ചിട്ട് ഞാൻ വെള്ളം തെള്ളി കഴുക്കോല് പൊക്കിയിട്ട് പൊങ്ങാൻ വയ്യ. എന്നിട്ട് തെള്ളിയിട്ട് കയറി. എനിക്ക് കുഞ്ചു വെള്ളം, അതായത് കൊതുമ്പ് വെള്ളം പോലൊരു 10 കുടം വയ്ക്കുന്ന വെള്ളം ഇങ്ങനെ തുഴഞ്ഞ് ശീലമുണ്ട്. വെള്ളത്തിന് വെള്ളം അല്ലാതെ കഴുക്കോലുകൊണ്ട് ഊന്നി ശീലമില്ല. പക്ഷേ ധൈര്യത്തോട് കഴുക്കോല് പൊക്കി ശ്വാസം പിടിച്ചെടുത്തു. തെള്ളി അമ്മയും കയറ്റി തെള്ളി വെള്ളം ഊന്നാൻ തുടങ്ങി. കഴുക്കോല് വലിച്ച് പൊക്കിയിട്ട് ഊന്നാൻ തുടങ്ങി. ചിലയിടത്ത് 10 അടിയുണ്ട്, ചിലയിടത്ത് 12 അടിയുണ്ട്. ബോട്ട് പോകുന്ന ചാനൽ 12 അടി 15 അടിയൊക്കെ ഉണ്ട്. അവിടെ വരുമ്പോൾ കുറേ ചെളിയും വരും. ഇങ്ങനെ കുത്തി തെള്ളണം. തെള്ളി കുറേ വിട്ട് കഴിഞ്ഞാണ് അക്കരക്കാരും കണ്ടത്. അവർ ചാടി വെള്ളം തള്ളല്ലേ കൊണ്ടുപോയില്ല എന്ന് പറയുന്നു. കുറേ ഇങ്ങോട്ടായപ്പോൾ ഇക്കരേന്നും കുറേ പേര് ഇറങ്ങി വെള്ളത്തിൽ നിന്നു. ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂർ വിട്ടിട്ട് ബോട്ട് വരും. അപ്പോൾ ഈ ബോട്ട് കൊണ്ട് ഇടിക്കാൻ സാധ്യതയുണ്ട്. ബോട്ട് സ്പീഡ് വരികയല്ലേ, ബ്രേക്ക് ഇടാനൊക്കെ ഇല്ല അവർക്ക്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ ബോട്ട് വരുമോ ഇടിക്കുമോ? ബോട്ട് വരുമ്പോൾ ഇടിക്കുമെന്ന് അക്കരെ നിൽക്കുന്നവരും ഇക്കരെ നിൽക്കുന്നവരും പേടിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓളമുണ്ടാകാം. അപ്പോൾ ഇറങ്ങി നിന്നുകൊണ്ട് എന്നൊക്കെ വെള്ളം വയ്ക്കുക. ഞാനും അമ്മയും മാത്രം വെള്ളത്തിൽ. എന്തായാലും തുഴഞ്ഞിങ്ങനെ ഇപ്പോഴത്തെ കര അടുത്ത സമയത്ത് എല്ലാവരും അക്കരെ ഇക്കരെ എന്നവരും കൈയടിക്കാൻ തുടങ്ങി. കൈയടിച്ച് വിജയകരം മുഴക്കുകയാണ്. പക്ഷേ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അമ്മ ഒരു വടിയും കൊണ്ട് നിൽക്കുക. പെൺപിള്ളേർ നിന്നുകൊണ്ട്
കഴുക്കോല് വെച്ച് ഊന്നരുതെന്നാണ് അന്നത്തെ നിയമം. ഇരുന്ന് തുഴയാം ഈ വെള്ളത്തിന് പോകുന്നതൊക്കെ. പക്ഷേ പെണ്ണ് നിന്നുകൊണ്ട് കഴുക്കോല് വെച്ച് ഊന്നരുത്, അങ്ങനെയൊന്നും നിയമമില്ല, ചെയ്യാൻ പാടില്ലെന്നാണ് അന്നത്തെ നിയമം. ഇപ്പുറത്തെ വിചാരം വെച്ച് കൈയടിക്കുന്ന അപ്പുറത്തെ അടികൂടടി. പക്ഷെ അതിൽ പ്രശ്നമില്ല, എനിക്ക് അമ്മമ്മയെ കൊണ്ട് ഇറക്കിയല്ലോ, അതാരും സമാധാനം. അടി കിട്ടുമെന്ന് എന്തായാലും അറിയാം, കാരണം ഞാൻ ചെയ്ത് തെറ്റാണ്. അപ്പോൾ എന്തായാലും രണ്ട് എവിടെയും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം. നമ്മൾ സ്വീകരിക്കാൻ രക്ഷയില്ല. നല്ല ചെയ്തതല്ലേ, എനിക്കെന്താ, ഞാനിങ്ങനെ ഒരു ഉപകാരം കണ്ടി ഇങ്ങനെ കിട്ടിയല്ലോ, അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. നമുക്ക് സത്യത്തിൽ ആ കഴുക്കോല് പോലും വെക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്ത് ആ അമ്മയുടെ ദുഃഖം കണ്ടപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. നമ്മളെ കഴുക്കോലെടുക്കാൻ ശക്തി കിട്ടി, വെള്ളം തെള്ളാൻ ശക്തി കിട്ടി, ഊന്നാൻ ശക്തി കിട്ടി, കരയെ കൊണ്ട് അടുപ്പിക്കുകയും ചെയ്തു. ഇതും പറഞ്ഞിട്ട് എല്ലാവരും എടുത്ത് ആണോന്നല്ല. അതുപോലെ നമ്മൾ ശ്രമിച്ചാൽ മുന്നോട്ട് എന്നൊരു ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ സാധാരണ ഗുസ്തി മത്സരം കാണാറുണ്ടല്ലോ. ഗുസ്തി മത്സരത്തെ കളിക്കാൻ മല്ലിടുമ്പോൾ അവരൊരാൾ പിടികൊണ്ട് വീണെന്ന് വരാം. എന്നാൽ വീണതുകൊണ്ട് മാത്രം അയാൾ പരാജയപ്പെട്ടു എന്ന് പറയാനാവില്ല. വീണ്ടും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരുന്നാൽ മാത്രമേ അയാൾ പരാജയപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം, തളരാൻ പാടില്ല.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. My namaskarams, love and greetings to all those who are present here. As we bask in Amma's divine presence, we often forget the greatest blessing we have ever received in this human birth in the form of Amma. And while being in Amma's physical presence, we take things for granted. We somehow don't understand the true value of her presence in our life. Hence, we continue to dwell in silly mind games, asking the same old questions in a different format, and yielding to the same old tricks played by the mind. To be a disciple or to be a devotee, and to be a child, to be children of Amma, of a great master such as Amma, is a huge responsibility, perhaps the biggest. When we take our spiritual practices sincerely and seriously, when we consider receiving a mantra from Amma as the beginning of our spiritual transformation, in fact, we are making a commitment to the universe. So you can imagine the magnitude. We are making a commitment to the universe. You know why? Because a master such as Amma, a Sadguru such as Amma is one with the universe. So what we see is the universe in a minuscule form. The universe itself. Of course, Amma, out of her infinite compassion, gives us a mantra, maybe to all of us, whoever asks for it. She may even give a new mantra or reinitiate you into the same mantra, because there are people who lose their mantra, forget their mantra. But out of her compassion, Amma considers them, compassionately considers them. But we cannot always take things lightly. The universe is, the earth is, Amma is limitlessly patient. But because we are living in this world, because there is a law governing the universe, there is also a limit. Though the limit is incomprehensible for us human beings. But our mind is very cunning. It doesn't want to take any responsibility or make a commitment. That's why in today's world, even in India, people are afraid to youngsters. We call them new G,
the new generation. They're afraid to get married because basically they're afraid to make a commitment. They want to be free. In the name of freedom, in the name of physical freedom. The mind wants the guru to be responsible. Amma, you are responsible. Answerable, so that we can say you are responsible if I don't attain liberation. It's not my fault. We want to protect ourselves by throwing the responsibility on Amma. So whenever there is an opportunity, we keep saying, Amma, you know everything. It means you are responsible. Because you know everything and you knew everything. At the same time, we allow our mind to play tricks with her, even with God. It's almost like the mind wanting to sign a contract with God, with Guru. Even while I am on my deathbed, or even after that, you must be with me. It is your responsibility. And that's our attitude. The real question is, what have we done to redeem ourselves? We have to do our part well. Instead, we are looking for loopholes so that we can do whatever we want, live a life of indulgence, and that's not going to work. I mean, it will work for some time. And we may even feel that things are all right and are going to be all right. Amma is always available. She will be available forever. But are we available? If we are, then there is no need of any fear. If we are open, then Amma will be available to us even if she is physically away. Even if she is on the other side of the globe, in India or in the United States, wherever she is, she will be always available for us if we are open. And once we are really in tune with Amma, we cannot fall out of tune. However, the problem is we are too judgmental. We always want to be the judge. The ego is in full swing, fully engaged. And people have strange behavioral patterns. And we have our own justification for whatever we do. And we always want to win everywhere. And when Amma fulfills our expectations, we are in tune with her. Our heart beats with hers.